എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ പിക്കാ വില്ലൻ അവനാണെങ്കിൽ ഇങ്ങനെ മാത്രം എയിം ചെയ്ത് ഇങ്ങനെ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് നടക്കുകയാണ്. പിക്കയുടെ ഏറ്റവും വലിയ ജയന്റ് രൂപം അത് കണ്ട് ഉള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ആ സൈസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. ഉറപ്പായാലും ആ പിക്ക അവൻ എന്നെ തകർക്കുമെന്ന് ഉസോപ്പിന് തോന്നും. ഓരോ ആണെങ്കിൽ പിക്കയുടെ പിന്നാലെ ഓടുന്നുണ്ട്. എങ്ങനെയെങ്കിലും പിക്കയെ തടയണം എന്നാണ് അവന്റെ ലക്ഷ്യം. ഇവിടെ പിക്കയുടെ ആഗ്രഹം അത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും റിങ്കുക്ക് ഇങ്ങനെ അദ്ദേഹത്തെ കൊല്ലണം. അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ ഈ നടക്കുന്ന ഫൈറ്റൊക്കെ വൃഥാവിലാകും. ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ ഭരണം തുടരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവനിപ്പോ കിങ്ങിനെ ലക്ഷ്യമിടുക. ഒക്കെയാണെങ്കിൽ ഇപ്പൊ റിങ്കുക്ക് ഇങ്ങനെ വെല്ലുവിളിക്കും. നിങ്ങൾ അധിക നേരം ഇനി ജീവനോടുകൂടെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എന്റെ ബോസ് ഡോഫ്ലമിംഗോയ്ക്ക് വേണ്ടി നിങ്ങളെ ഞാൻ കൊല്ലും. അത് കേട്ട് കിങ് റിങ്കു ആളങ്ങനെ ഫുൾ കലിപ്പില് പല്ല് കടിച്ച് കൈ ചുരുട്ടി നിൽക്കും. ഇവിടെ പിക്കയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ പിക്കയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കാണ്. കമോൺ കമോൺ, നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഔസോപ്പിനെയും റിങ്കു കിങ്ങിനെയും ാനായിട്ട് കഴിയും. പഴയതുപോലെ ഡോഫ്ലമിംഗോ തന്നെ ഈ രാജ്യം മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലെങ്കിലും കയ്യിൽ കുറെ പീരങ്കിയും ഗണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിർത്താതെ അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒക്കെയാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവർക്ക് നേരെ തിരിഞ്ഞ് അവന്റെ ഒരു കാലെടുത്ത് ആഞ്ഞ് ചവിട്ടും. ആ ഒരു ചവിട്ടില് വലിയൊരു സിറ്റി തകർന്ന് അങ്ങനെ തവിട് പൊടിയാവാണ്. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഓരോ ഭാഗത്തേക്ക് ചെതറി ഓടും. കുറെ പേർക്ക് അവരുടെ ജീവന് നഷ്ടപ്പെടും. മറ്റു പലർക്കും നല്ല രീതിയിൽ പരിക്കും പറ്റും. പക്ഷെ പിക്കയ്ക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു കൂസലുമില്ല. അവൻ മുൻപോട്ടേക്ക് തന്നെ റിങ്കുവിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം കിങ്ങിനെ തകർക്കുക. കിങ്ങിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നിനക്ക് ആവശ്യം ഞാനല്ലേ? അപരാധികളായിട്ടുള്ള ജനങ്ങളെ അവരെ നീ വെറുതെ വിട്ടേക്ക്. ഞാനിവിടെ റെഡിയാണ്, നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയും. കേട്ട് പിക്ക പോലെ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പൊ കിങ്ങിനെ തന്നെ നോക്കി നിൽക്കും. കിങ് ആണെങ്കിൽ ആളുടെ അസിസ്റ്റന്റ് ടാങ്കിനോട് പറയും, എത്രയും വേഗം പോയി ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യണം. പരിക്ക് പറ്റിയവർക്ക് എല്ലാവർക്കും മെഡിസിനും ഫുഡും നൽകാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അത് കേൾക്കേണ്ട താമസം ഒരു രാജകൽപ്പനയായിട്ട് അംഗീകരിച്ച് ഇപ്പോ പരിക്ക് പറ്റിയ ജീവൻ നഷ്ടമായ ജനങ്ങളുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ജനങ്ങൾ എല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ചിന്ന ഭിന്നമായിട്ട് ഓടുകയാണ്. ടാങ്കിനോട് വാലറ്റിനെയും അവിടെയുള്ള ജനങ്ങളെയും കൂടെ സേഫായ സ്ഥലത്തേക്ക് മാറ്റാൻ പറയും. കാരണം ഇപ്പൊ പിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത് സാക്ഷാൽ കിങ്ങിനെ തന്നെയാണ്. വെല്ലുവിളിച്ചതനുസരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുക. അങ്ങനെ എത്രയും വേഗം കിങ്ങിന്റെ കഥ കഴിക്കുക. അതാണ് പിക്കയുടെ ലക്ഷ്യം. ഇവിടെ പിക്കയാണെങ്കിൽ അപ്പോഴും അടങ്ങാതെ അവന്റെ കൈ ചുരുട്ടി സാധാരണ ജനങ്ങളെ ഇട്ടിക്കാൻ തയ്യാറാവും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് സോറയെ കാണിക്കുകയാണ്. സോറയെ ആർലൂപ്പസ് എടുത്തുയർത്തി നിൽക്കുകയാണ്. അവനെ ആ പിക്കയുടെ അടുത്തേക്ക് വലിച്ചെറിയാനാണ് സോറോ അവനോട് ആവശ്യപ്പെട്ടത്. ആർലൂപ്പസ് പറയും, ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി ലാൻഡ് ആയിരിക്കില്ല. ഞാൻ കൊടുക്കുന്ന ഫോഴ്സിൽ നീ എവിടെയെങ്കിലും പോയി ഇടിച്ച് വലിയ രീതിയിൽ പരുക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സോറോയ്ക്കാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അവന്റെ നേർക്ക് എന്നെ വലിച്ചെറിയും. ഉടനെ ആർലൂപ്പസ് ആണെങ്കിൽ ആളുടെ കംപ്ലീറ്റ് സ്ട്രെങ്തും കയ്യിലേക്ക് കൊണ്ടുവന്ന് എറിയാൻ തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് പിക്ക അവനാണെങ്കിൽ എന്റെ ലേഡി വോയിസിൽ അവിടെയുള്ള എല്ലാവരെയും ചീത്ത വിളിച്ച് അച്ചറം പൊച്ചറം ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ജനങ്ങളെല്ലാവരും ആളെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. അവന്റെ ലക്ഷ്യം അത് ഞാനാണ്. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ വന്ന് നിങ്ങളുടെ ജീവൻ അതില്ലാതാക്കാൻ പാടില്ല. പക്ഷേ കിങ് എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവരാരും കിങ്ങിനെ വിട്ടു പോവില്ല. ഇവിടെ ആർലൂപ്പസ് ആണെങ്കിൽ ഞൊടിയിടയിൽ സോറോയെ വലിച്ചെറിയും. സോറോ അവന്റെ 3 സ്ക്വാഡും എടുത്ത് അവനെ വെട്ടാൻ തയ്യാറായി. കിങ് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് ഇപ്പൊ ക്ഷമ ചോദിച്ച് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിക്കയുടെ ആ വലിയൊരു പഞ്ച് അത് അദ്ദേഹത്തിന്റെ ബോഡിയിൽ വീണ ഉറപ്പായാലും അദ്ദേഹം മരിക്കും. പിക്കയുടെ കൈ അതങ്ങനെ കിങ്ങിന്റെ ക്ലോസ് എത്തും. അടുത്ത നിമിഷം നമ്മുടെ സോറോ അവൻ വമ്പ സ്പീഡിൽ വന്ന് പിക്കയുടെ വയറ്റില് ആഞ്ഞു വെട്ടും. പിക്കയുടെ ബോഡി അത് രണ്ടായിട്ട് വെട്ടി എറിയപ്പെടുകയാണ്. പിക്കയുടെ ബോഡി ആണെങ്കിൽ ഇപ്പൊ 2 തുണ്ടായിട്ട് പോവും. പിക്ക താഴേക്ക് നോക്കുമ്പോഴായിരിക്കും സോറോ അവനങ്ങനെ ചാടി ഓടുന്നത് കാണുക. പിക്ക 2 കഷ്ണമായിട്ട് വീണിട്ടും പിക്കയ്ക്ക് യാതൊരു കൂസലുമില്ല. അപ്പൊ സോറോയ്ക്ക് പിടികിട്ടും അവൻ അവന്റെ അപ്പർ ബോഡിയിലേക്ക് ഈസായിട്ട് എസ്കേപ്പ് ആയെന്ന്. സോറോ മറ്റൊന്നും നോക്കില്ല, എടുത്തു ചാടി അവന്റെ അപ്പർ ബോഡി അത് 2ആയിട്ട് വെട്ടും. പിക്കയുടെ ബോഡി ഇപ്പൊ ടോട്ടലായിട്ട് 3ആയിട്ട് തകർന്ന് 3 പീസുകളായി കഴിഞ്ഞു. ഇവിടെ ഉസോപ്പും കിങ്ങും ചുറ്റുമുള്ള എല്ലാവരും ഒരുപാട് അതിശയത്തോടു കൂടെയും ഭീതിയോടും കൂടെയാണ് ആ ഒരു കാഴ്ച കാണുക. പക്ഷെ അപ്പോഴായിരിക്കും സോറോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. അവന്റെ അപ്പർ ബോഡിയിലെ ഒരു പാർട്ടിന് ഇപ്പോ ചെറിയ അനക്കമുണ്ട്. സോ അതിനർത്ഥം അവൻ ഓരോ അറ്റാക്ക് ചെയ്യുന്നത് അനുസരിച്ച് ഓരോരോ ഭാഗത്തേക്ക് എസ്കേപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്.
സോറോ പല്ല് കടിച്ച് ഉറപ്പായാലും നീ ഏതെങ്കിലും ഒരു പീസിൽ മറഞ്ഞിരിക്കുമെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും നിന്നെ ഇനി വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആക്റ്റീവായിരിക്കുന്ന ആ ഒരു ഭാഗം അങ്ങനെ അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടുകയാണ്. കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അവൻ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അതേസമയം താഴെ ജനങ്ങളാണെങ്കിൽ അത് കണ്ട് പേടിച്ചോടാതെ സോറോ പിക്കെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ അവന്റെ കലി അടങ്ങുന്നില്ല. ഏതെങ്കിലും ഒരു പീസിൽ പിക്ക തീർച്ചയായിട്ടും കുടുങ്ങുമെന്നുള്ള ബോധ്യം സോറോയ്ക്കുണ്ട്. സോ ഇനി ഒരു കാരണവശാലും നീ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞ് നിർത്താതെ വെട്ടിക്കൊണ്ടേയിരിക്കും. ആക്ച്വലി നമ്മുടെ സോറോയ്ക്ക് ഒബ്സർവേഷൻ ഹോക്കി പവർ ഉണ്ട്. അവൻ ആ ഒരു പവർ ഉപയോഗിച്ച് ആ ബ്രിക്ക് പീസുകൾക്കിടയിൽ എവിടെയാണ് യഥാർത്ഥ പിക്ക ഉള്ളത് എന്ന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരത്തിനുള്ളിൽ സോറോ അവനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് വെല്ലുവിളിക്കും. ഉടനെ വേറെ വഴിയില്ലാതെ പിക്ക പുറത്തേക്ക് വരികയാണ്. നീ ആ ഹോക്കി പവർ ഉപയോഗിച്ച് എന്നെ കണ്ടുപിടിച്ചല്ലേ, പക്ഷെ നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ ബോഡിക്കും ഓർണമെന്റ് ഹോക്കി പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ സോറോയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരുന്നത്. അടുത്ത നിമിഷം അവൻ അവന്റെ ഹോക്കി പവർ അതുപയോഗിച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുകയാണ്. ഇനി ഒരു കാരണവശാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞുവെന്ന് അവനാണെങ്കിൽ അമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ സോറോയോട് പറയും. സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ചിരിയും വരും. നീ വെറുതെ വെല്ലുവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്നെ കഴിഞ്ഞും കൂടുതൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്നെ ജയിക്കാൻ പറ്റൂ. നിനക്ക് എന്റെ 7 അയലത്ത് പോലും പവറില്ല. ഞാൻ ഈ വേൾഡിലെ നമ്പർ 1 സ്കോട്ട്സ്മാൻ ആവാൻ പോകുന്ന ആളാണ്. എന്റെ മുൻപിൽ നിനക്കെന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓരോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പോ നമ്പർ 1 സ്കോട്ട്സ്മാൻ മിഹോക്കിനെ കുറിച്ച് ആലോചിക്കും. അവനോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയതും നമ്പർ 1 സ്കോട്ട്സ്മാന്റെ സീറ്റ് അത് നിനക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞ കാര്യവും ഇപ്പൊ സോറോ ഓർത്തെടുക്കുകയാണ്. എത്രയും വേഗം നീ എന്നെ തെരഞ്ഞ് എന്റെ അടുത്തേക്ക് വന്ന് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ നമ്പർ 1 സ്കോട്ട്സ്മാൻ സീറ്റ് അത് നീ സ്വന്തമാക്കണമെന്നാണ് അവസാനമായിട്ട് മിഹോക്ക് പറഞ്ഞ കാര്യം. അതോർത്തിപ്പോ സോറോ അവൻ പിക്കയോട് പറയും, പിക്ക നീ എന്റെ മുൻപിൽ ഒന്നുമല്ല. നിന്നെ കൊണ്ട് ഒരു കാരണവശാലും എന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനോ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനോ പറ്റില്ല. പിക്കയാണെങ്കിൽ കലി കയറി ഇപ്പൊ സോറയ്ക്ക് നേരെ ചാടി വരികയാണ്. അത് കണ്ട സോറോ അവന്റെ സ്ക്വാഡ് 3 കറക്കി പമ്പ ഫോഴ്സിൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. 3000 സ്ക്വാഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് അവനൊരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ഇപ്പൊ പിക്കയുടെ കഥ കഴിഞ്ഞ് അവൻ താഴേക്ക് പോകും. ചോര തുളുമ്പി പിക്ക അങ്ങനെ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇത്രയും നേരവും അവന്റെ പവർ ഉപയോഗിച്ച് കല്ലുകൾക്കിടയിൽ മറഞ്ഞിരുന്നതുകൊണ്ടാണ് സോറോയ്ക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതിരുന്നത്. സോറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഇനി ഒരു കാരണവശാലും ആർക്കും നീ ഒരു ഉപദ്രവമായിട്ട് വരാൻ പാടില്ല. നീ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. ഇവിടെ പച്ചത്തലയനാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ സോറോയുടെ പേരൊക്കെ വിളിച്ച് ആർപ്പ് വിളിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ആനന്ദ കണ്ണീര്. അവന്റെ ജീവൻ അത് സോറോ രക്ഷിച്ചു. ഇവിടെ കൈറൂസിനാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. ഇത്രയും പവർ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങും ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറാതെ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ് എല്ലാരും ശ്രദ്ധിക്കുക. സോറോ പിക്കയെ അറ്റാക്ക് ചെയ്തതില് അവന്റെ ആ ഒരു വലിയ രൂപം അത് തകർന്ന് ഇപ്പൊ താഴേക്ക് വീഴുകയാണ്. ഉസോപ്പാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അടുത്ത നിമിഷം നമ്മുടെ സോറോ കിങ്ങിന്റെ പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. ആളങ്ങനെ ചാടി വന്ന് ഇപ്പൊ ആ തകർന്ന പീസുകൾക്കെല്ലാം നേരെ ആഞ്ഞു പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചില് അവന്റെ ബോഡി മുഴുവൻ പൊടിയായിട്ട് തകർന്ന് വീഴാണ്. ഉസോപ്പാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിടും. അപ്പോഴായിരിക്കും ഒരു കല്ല് വന്ന് അവന്റെ തലയിൽ വീഴുക. അപ്പൊ തന്നെ നമ്മുടെ ചെക്കൻ ബോധം കെട്ട് താഴെ വീഴും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ സോറോ അവൻ ആ പിക്കയെ തകർത്തിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.